ആണ് ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പോളജി. ടോപ്പോളജിയുടെ ബേസിസിൽ ഫൈലോജനറ്റിക് ട്രീനെ ക്ലാസിഫൈ ചെയ്താണ് നമുക്ക് നോക്കാനുള്ളത്. ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ട്രീയുടെ സ്ട്രക്ചർ, ട്രീ എങ്ങനെയാണോ ഉള്ളത് അതിന്റെ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പോളജി ഫൈലോജനറ്റിക് ട്രീനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാഡോഗ്രാം, ഫൈലോഗ്രാം, ഡെൻഡോഗ്രാം, ക്രോണോഗ്രാം ആൻഡ് ഡാൽഗ്രീനോഗ്രാം. ഫസ്റ്റ് നമ്മൾ ക്ലാഡോഗ്രാം എടുക്കുകയാണെങ്കിൽ ക്ലാഡോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫൈലോജനറ്റിക് ട്രീ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൽ നമ്മൾ എ എന്ന ഓർഗാനിസവും ഇവിടെ ബിയും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാഡോഗ്രാമിനകത്ത് ഇവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ക്ലാഡോഗ്രാം ഡിസ്പ്ലേസ് ഓൺലി ബ്രാഞ്ചിങ് പാറ്റേൺ ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അടുത്തത് ഫൈലോഗ്രാം. ഫൈലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടാതെ എവല്യൂഷണറി ടൈം പീരീഡും കൂടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഫൈലോഗ്രാമിനകത്ത് എവല്യൂഷണറി ടൈം പീരീഡും കൂടെ റെപ്രസെന്റ് ചെയ്യും. അതാണ് ഓർത്ത് വെക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതുപോലൊരു ട്രീ വരയ്ക്കുകയാണെങ്കിൽ എ ബി, ഈ ഫൈലോഗ്രാമിന്റെ ബ്രാഞ്ചസ് തമ്മിൽ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ട്. എ ബ്രാഞ്ചിനേക്കാൾ കൂടുതലാണ് ബി ഓർഗാനിസം നിൽക്കുന്ന ബ്രാഞ്ച്. അതായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം പീരീഡ് ആണ്, എവല്യൂഷണറി ടൈം പീരീഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈലോഗ്രാം റെപ്രസെന്റ്സ് ദ evolutionary relationship among the organism by showing both the branching pattern and the amount of evolutionary change. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഡെൻഡ്രോഗ്രാം. ഡെൻഡ്രോഗ്രാമിൽ കൂടുതലായിട്ട് ഓർത്ത് വെക്കാനൊന്നുമില്ല. ഡെൻഡ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഹയറാർക്കൽ റിലേഷൻഷിപ്സും ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റീസും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൻഡോഗ്രാമിൽ. Dendrogram, tree-like diagram that visually represents the hierarchical relationships and similarities between organisms. അടുത്തത് നോക്കാനുള്ളതാണ് ക്രോണോഗ്രാം.